ഞങ്ങളൊന്ന് ആധാർ എടുക്കാൻ പോയി. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. കൊച്ചിന് പാല് കാച്ചി, അവന് വെള്ളം കൊടുത്തു, മൂത്തന് വെള്ളം കൊടുത്തു, അതെല്ലാം കുപ്പിക്കകത്താക്കി. പിന്നെ കൊണ്ടുള്ള ഫയലൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ റെഡിയായി. അപ്പോഴേക്കിനും ശരത്തേട്ട പോയി പിള്ളേരെ മൂത്തവനെ കൊണ്ടുവന്നു, ശങ്കറിനെ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഏതാണ്ടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ റെഡിയാകുന്നത്. പിന്നെ ബാഗിനകത്തെല്ലാം എടുത്ത് വെച്ചു. അപ്പം ചേട്ടായും കുഞ്ഞുങ്ങളും ഏതാണ്ടൊക്കെ കഴിക്കുകയും അവന്മാർ കാർട്ടൂൺ കാണുകയും ചെയ്യുക. ഇതിനിടയ്ക്ക് ചേട്ടായി വെളിയിലോട്ട് വണ്ടി എടുത്തപ്പം പൊന്നാച്ചനും പോയി കയറി. അതിൻ്റെ ഇടയ്ക്ക് തൊപ്പി എടുക്കാൻ വന്നതാണ് രണ്ടുപേർക്കും. ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ, കണ്ണു കാണാൻ മേലാത്ത മഴ. ഞാൻ ചോദിക്കുമായിരുന്നു, പൊന്നാച്ചനാണോ ആനയ്ക്കാണോ ആധാർ എടുക്കാൻ പോകുന്നത്, കുഞ്ഞിനെടുക്കാൻ പോകുന്നത്? അവൻ്റെ എല്ലാം ആനയുണ്ടായിരുന്നു. അങ്ങനെ അക്ഷയ സെൻറ്ററിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളെത്തുമ്പോൾ 2 മണിയായി. അപ്പോൾ ഇതേ മടിയിൽ അടങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ ഇച്ചിരി കഴിയുമ്പം വിധം മാറി. അവിടെയും മഴയായിരുന്നു, ഭയങ്കര മഴ. കണ്ടില്ലേ, കുരുത്തക്കേട് കണ്ടില്ലേ. പിന്നെ ശങ്കറിനെ ഫോട്ടോ ഒക്കെ എടുത്തു. വിളിക്കാൻ പറയുമ്പോൾ അടച്ചു വെക്കും, അടച്ചു വെക്കാൻ പറയുമ്പോൾ പൊളിച്ചു വെക്കും. അങ്ങനത്തെ കുരുത്തക്കേടായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ചെറിയവനും എടുത്തു, ശംഭുവിനും ആധാർ എടുത്തു. പുള്ളി ഭയങ്കര അടങ്ങിയിരുന്ന് നല്ല ഫോട്ടോ ഒക്കെ കിട്ടി. അപ്പോൾ ആധാറിന് അക്ഷയയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനും എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി. ശരത്തേട്ട അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണമായിരുന്നു. അച്ഛന്മാരുടെ ഉപ്പിനല്ലേ വാല്യുള്ളൂ, നമ്മളമ്മമാർ കഷ്ടപ്പെടുക. ശരത്തേട്ട ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അവസാനം പരിപാടി കഴിഞ്ഞപ്പം അപ്പുറത്തുനിന്ന് ചായയും സീനായും ഇട്ടോളും.